ഹലോ, എനിക്കൊരു ഡ്രീം ഉണ്ട്. കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. ഡ്രീം എന്താണെന്ന് അറിയോ? നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ CBR 650R ആണ് നമ്മളെ നെക്സ്റ്റ് ഡ്രീം. നിങ്ങൾക്ക് തോന്നാം എന്തുകൊണ്ടാണ് CBR 650R നമ്മളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളതിന്. പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് CBR 250. സാഹചര്യങ്ങൾ കൊണ്ട് ഇതുവരെ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ 250 നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങാനൊക്കെ കിട്ടും. എന്നാലും നമുക്ക് ആഗ്രഹങ്ങൾ പറഞ്ഞ് കുറച്ച് ലെവൽ കൂടിയിട്ടല്ലേ പോവുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള ഡ്രീം എന്ന് പറഞ്ഞാൽ 650R വാങ്ങാനുള്ള ഒരു ആഗ്രഹമാണ് ഉള്ളത്. അപ്പോൾ സാധാരണക്കാർക്ക് ഒരു CBR 650R വാങ്ങാൻ പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ CBR 650R വാങ്ങാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ പോയിട്ട് തന്നെ വണ്ടി ബുക്ക് ചെയ്തിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ നടക്കേണ്ട കാര്യമല്ല. എന്തായാലും നിങ്ങൾക്ക് കാണാം, എൻ്റെ വണ്ടി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇൻ്റർസെപ്റ്ററാണ് ഉള്ളത്. ഇത് വാങ്ങാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് ബ്രദറാണ് തന്നത്. പിന്നെ അതിൻ്റെ അടവ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ അടച്ചു പോയിട്ടുള്ളത്. ഈ വണ്ടി വാങ്ങണമെങ്കിൽ അത്യാവശ്യം ഒരു 12 ലക്ഷം രൂപ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 12 ലക്ഷം രൂപയെങ്കിലും വേണം. അത് നമുക്ക് 12 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ കാട്ടാൻ നിങ്ങൾക്കറിയാലോ. നമ്മളിപ്പോൾ കുറേ പൈസ ഉള്ള ഫാമിലിയിലൊന്നുമില്ല. സാധാരണക്കാർ എങ്ങനെ അതിലേക്ക് എത്തിപ്പെടാം എന്ന ഒരു ശ്രമമാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു വീഡിയോ ആയിട്ട് വരലുണ്ടാവും. ചുരുങ്ങിയത് ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ശ്രമം ചെയ്തിട്ട് നമുക്ക് CBR 650 വാങ്ങാൻ പറ്റുമോ ഇല്ലേനെ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സന്തോഷം, അത് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റെന്താണ് കണ്ടെത്തി നമ്മൾ അടുത്ത ശ്രമത്തിന് വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് വെച്ച് നീങ്ങാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇതേപോലെ പല ആഗ്രഹങ്ങളുള്ള എക്സാമ്പിൾ ഒരു സ്കൂൾ കുട്ടികളാണെങ്കിൽ ഒരു സൈക്കിൾ വാങ്ങണം, അതേ ഒരു കോളേജ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒരു ഐഫോൺ വാങ്ങണം. അങ്ങനെ പലർക്കും പല ഏജിലുള്ളവർക്ക് പല ആഗ്രഹങ്ങളാണ് ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ആ കാണേണ്ട ആൾക്കാർക്ക് ഇതേപോലെ ട്രൈ ചെയ്തിട്ട് അവരെ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഒന്ന് ശ്രമിച്ച് നോക്കാം. ഇന്ന് ഡേറ്റ് 16/5/2024 നമ്മൾ 1 ഇയർ പ്രോസസ്സിംഗ് ആണ്. അതേപോലെ നെക്സ്റ്റ് 16/5/2025 എങ്ങനെ നമുക്ക് നമ്മളെ ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇത്. ആഴ്ചയിൽ ചിലപ്പോൾ ദിവസം വീഡിയോ ഇട്ടോളന്നില്ല. ആഴ്ചയിൽ 1-2 വീഡിയോ വന്നാൽ ഒന്ന്, എന്താണെങ്കിൽ നമുക്കിപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്ഥിരം വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇതിലേക്ക് ഞാൻ കണ്ടിട്ടുള്ളത് ചുരുങ്ങിയത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. പിന്നെ മിനിമം ഒരു 8 ലാഖിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ അടവിൻ്റെ ഇതിലേക്ക് ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 5 ലക്ഷം നമ്മൾ ഒരു വർഷം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ഈ വീഡിയോൻ്റെ മെയിൻ. ദിവസം ഒരു 500 രൂപ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനുള്ള ഒരു ഐഡിയ ആണില്ല. അതായത് ദിവസം 500 രൂപ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങൾ 500 രൂപ ചേർത്ത് വയ്ക്കുന്ന രീതിയാണ്. പൈസ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വയ്ക്കൊക്കെ ചിലവായി പോകും. അതുകൊണ്ട് 500 രൂപ ഞാൻ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യാത്ത അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ ദിവസം 500 രൂപ ഇടുന്ന രീതിക്കാണ്. എന്താണ് അതിൽ ATM ഇല്ല. പിന്നെ അതിൻ്റെ ഗൂഗിൾ പേ എങ്ങനെ ഞാൻ ആ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാത്തതുകൊണ്ട് ഇടുന്ന പൈസ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഫണ്ട് എങ്ങനെ കണ്ടെത്തുന്നുള്ള വീഡിയോസാണ് ഇനിയുള്ള നമ്മുടെ ഇതിൻ്റെ ബാക്കിലോട്ട് വരുന്ന. ഇതിനെക്കുറിച്ച് CBRൻ്റെ ഒരു പ്ലേലിസ്റ്റ് മാത്രം ഞാൻ സെപ്പറേറ്റ് ആക്കിയില്ല. അതിലേക്ക് വരുന്ന വീഡിയോസ് എങ്ങനെയാണ് പൈസ എങ്ങനെ എനിക്ക് അമൗണ്ട് കിട്ടിയത്, എത്ര രൂപ ചേർന്ന് ഇത്ര ദിവസം, ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ഇപ്പോൾ 365 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര അമൗണ്ട് ചേർത്താൻ പറ്റും. ഞാൻ കണക്ക് കൂട്ടിയതിലൊരു 365 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം ചേർത്താൻ പറ്റും.
അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഒരു 3.5 കൂടി വേണം. ആ എമൗണ്ട് എങ്ങനെ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ നമുക്കിതിൽ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോസായിട്ട് നമ്മളെ ഫ്യൂച്ചർ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ശ്രമിക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഉദാഹരണമായിട്ട് എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ നിങ്ങളെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതല്ലെങ്കിൽ ഫെയിലിയർ ആവുകയാണെങ്കിൽ ഇതിൽ ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് നിങ്ങളെ ഒരു ഐഡിയക്ക് റെഫർ ചെയ്തിട്ട് ആ തെറ്റിൽ നിന്ന് മാറി നിന്നിട്ട് നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾ ആഗ്രഹങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കാം. പിന്നെ ഇതിലൂടെ എനിക്ക് വേറെ ഒന്നും കൂടി പറയാനുണ്ട്, ബുദ്ധിമുട്ടിയിട്ട് ഒരിക്കലും സേവിങ് ചെയ്തിട്ട് ഒരാഗ്രഹം നേടാൻ നിൽക്കണ്ട. ലൈഫ് ഫ്രീ ആയിട്ട് വിട്ടിട്ട് സേവിങ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് അതിലൂടെ നിങ്ങളെ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക. ഇന്ന് ഡേറ്റ് 16/5/2024. ഇന്നത്തെ ആദ്യത്തെ ദിവസത്തെ എമൗണ്ട് 500 രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ എത്ര എമൗണ്ട് നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് ഈ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കാനുള്ള വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നമ്മൾ ചാനൽ പ്രൊമോട്ട് ചെയ്യിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.